ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് തിയോമാൻ. ഇന്ന് ഈ കിണറ്റിൻ കരയിൽ നിന്ന് സമരിയാക്കാരി സ്ത്രീയിലേക്ക് ഒരു യാത്ര നടത്താം. ചർച്ചയ്ക്ക് വെക്കുന്ന വചനഭാഗം ഇങ്ങനെയാണ്. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? സമരിയാക്കാരും യഹൂദരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഈ വചനഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സമരിയക്കാരും യഹൂദരും തമ്മിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? അതെ, കുടിക്കുന്ന വെള്ളത്തിന് മുകളിൽ പോലും മതിലുകൾ സൃഷ്ടിക്കുന്ന ഈ ചോദ്യം യഹൂദരും സമരിയാക്കാരും തമ്മിൽ ഇത്രയധികം തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ചരിത്രത്തിലേക്ക് കുറച്ച് സഞ്ചരിക്കണം. അതായത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായവും 12-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്. അതായത് സോളമൻ രാജാവ് തന്റെ രാജഭരണത്തിന്റെ സമയത്ത് അന്യദേവന്മാരെ ആരാധിച്ചതിന്റെ ഫലമായിട്ട് ദൈവം ഒരു പ്രവചനം അയക്കുകയാണ്. അതായത് 12 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ ജനം അത് 2ആയിട്ട് വിഭജിക്കപ്പെടുമെന്നും അതിൽ 10 ഗോത്രം സമറിയക്കാരെന്നറിയപ്പെടുന്ന ഒരു പുതിയ രാജ്യമായി മാറുകയും ബാക്കി വരുന്ന 2 ഗോത്രങ്ങൾ യഹൂദരെന്ന് അറിയപ്പെടുന്ന വേറൊരു രാജ്യമായി മാറാനുള്ള സാധ്യതയും പ്രവചനമാണ് സംഭവിക്കുന്നത്. അതെ, ആ പ്രവചനം നടത്തുന്നത് അഹിയ പ്രവാചകനാണ്. തുടർന്നാണ് വടക്കൻ ഇസ്രായേൽ എന്നും തെക്കൻ ഇസ്രായേൽ എന്നും രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നത്. തുടർന്ന് അങ്ങോട്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമാകുന്നുണ്ട്. BC 722 അസീറിയൻ രാജാവ് സമരിയായിൽ വന്ന് സമരിയായെ കീഴടക്കുകയും സമരിയാക്കാരെ മുഴുവനായി അസീറിയയിലേക്ക് പലായനം ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് രാജാവ് നടത്തുന്ന ചില തന്ത്രങ്ങളുണ്ട്. അസീറിയയിൽ നിന്നുള്ളവരെ സമരിയായിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസീറിയയിലെ അന്യദേവന്മാരെ ആരാധിക്കുന്ന വിജാതീയരായ ആളുകൾ സമരിയായിൽ വരികയും അവർ ദേവന്മാരെ ആരാധിക്കുകയും സമരിയാക്കാർ ആ ആരാധനയിൽ പങ്കുചേരുകയും അതേ ആരാധന ദൈവത്തിന്റെ മുൻപിൽ വലിയ തിന്മയായി മാറുകയും ചെയ്യുന്നു. ഇത് രാജാവ് നടത്തുന്നതിന് രാജാവിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കാതെ സമരിയാക്കാരായിട്ടുള്ള ഇസ്രായേൽ ജനവും അസീറിയ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അതെ, യഹോവ ഈ സമരിയക്കാരെ വീണ്ടെടുക്കുന്നതിനായി പലതവണ പല പ്രവാചകന്മാരിലൂടെ പരിശ്രമിക്കുന്നെങ്കിലും ഈ ജനം ദൈവത്തിൽ നിന്ന് മാറുകയും അന്യദേവന്മാരെ ആരാധിക്കുകയും അസീറിയക്കാരോട് ചേരുകയും ചെയ്യുകയാണ്. ഇത് വീണ്ടും സമരിയക്കാരും യഹൂദരും തമ്മിലുള്ള ശത്രുതയ്ക്ക് കൂടുതൽ കാരണങ്ങളാവുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല പ്രശ്നങ്ങൾ. ബാബിലോൺ പ്രവാസത്തിന് പോയ ഇസ്രായേൽക്കാർ തിരിച്ചു വന്ന് ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കുന്ന ഒരു രംഗത്തിലേക്ക് കൂടി ഈ പ്രശ്നം മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തിച്ചേരുന്ന സമരിയാക്കാരായിട്ടുള്ള ഇസ്രായേൽക്കാരോട് യഹൂദർ പറയുന്ന ഒരു വാക്കുണ്ട്. അന്യദേവന്മാരെ ആരാധിക്കുകയും അന്യ ദേശക്കാരുമായി സഹവസിക്കുകയും ചെയ്യുന്ന ആരും തന്നെ യഹോവയായ ദൈവത്തിന്റെ ആലയം പണി കഴിക്കുന്നതിന് പങ്കെടുക്കേണ്ടതില്ല. ഇത് സമരിയാക്കാരെ കൂടുതൽ തർക്കത്തിലേക്ക് നയിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് സമരിയായിൽ മാത്രം ആരാധന നടത്തിക്കൊണ്ട് സമരിയാക്കാർ മുന്നോട്ട് പോകുന്നു. ജെറുസലേം ദേവാലയത്തിൽ യഹൂദർ ആരാധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് തർക്കങ്ങൾക്ക് പ്രധാന കാരണം. ഇവിടെയാണ് സമരിയാക്കാരിയുടെ ചോദ്യം പ്രസക്തമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോ ഈ തർക്കങ്ങൾക്കുള്ളിൽ കൂടെയാണ് സമരിയായിലേക്ക് പ്രവേശിക്കുന്നതും യഹൂദനായിരിക്കെ യഹൂദരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിനിടയിലേക്ക് ഈശോ കടന്നു ചെല്ലുകയും ചെയ്യുന്നത്, അല്ലെ? സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കാനും അവരുടെ വിഷമങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഈശോ ശ്രമിക്കുന്നത് നമുക്കും അനുകരിക്കാം. അതെ, ചില അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാനും മതിലുകൾ തകർക്കുവാനും ഹൃദയങ്ങൾ തുറക്കുവാനും ചില സമരിയ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കട്ടെ.